മുഖം വെളുക്കാൻ കഞ്ഞിവെള്ളം ഫേഷ്യൽ. കാര്യം കറുപ്പിന് ഏഴഴക് എന്ന് പറയുമ്പോഴും ചർമ്മത്തിന് വെളുത്ത നിറം ലഭിക്കാനായി പല വഴികളും പരീക്ഷിക്കുന്നവരാണ് ഇന്ന് പലരും. വെളുപ്പ് നൽകുന്ന ക്രീമുകളും ഗ്ലൂട്ടാത്തയോൺ പരീക്ഷണങ്ങളും ബ്യൂട്ടി പാർലറിലെ ട്രീറ്റ്മെന്റുകളും എല്ലാം തന്നെ ഇതിനെ പരീക്ഷിക്കുന്നവർ ധാരാളമാണ്. ഇവയെല്ലാം പലപ്പോഴും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വീട്ടിൽ തന്നെ ഇതിനായി ചെയ്യാവുന്ന പല വഴികളുമുണ്ട്. ഇതിൽ ഒന്നാണ് കഞ്ഞിവെള്ളം ഫേഷ്യൽ. ചർമ്മത്തിന് പല ഗുണങ്ങളും ഒരുപോലെ നൽകുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള ഈ ഫേഷ്യൽ എങ്ങനെയെന്ന് നോക്കാം. കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള സിമ്പിൾ ഫേഷ്യൽ മാസ്ക് കൊണ്ട് ചർമ്മത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാനാകും. ഇതിന് പ്രത്യേകിച്ച് ചിലവുമില്ല. വീട്ടിൽ തന്നെ ലഭിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണിത്. ഈ കഞ്ഞിവെള്ളം ഫേഷ്യൽ നൽകുന്ന ഗുണങ്ങളും പലതാണ്. വെയിലിൽ പോയി വരുമ്പോൾ ചർമ്മത്തിനുണ്ടാകുന്ന ടാനും ഇതുപോലെയുള്ള ഇൻഫ്ലമേഷനുകളും മാറാൻ ഇതേറെ നല്ലതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന നീർക്കെട്ടും മറ്റും വെയിലിൽ പോയി വരുമ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നമാണ്. വെയിലും പൊടിയും ഏറ്റുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാൻ കഞ്ഞിവെള്ളം നല്ലതാണ്. രണ്ടാമതായി കൊളാജൻ ഉൽപാദനത്തിന്. ചർമ്മത്തിനുണ്ടാകുന്ന വരണ്ട സ്വഭാവം മാറാൻ ഇതേറെ നല്ലതാണ്. ഇത് കൊളാജൻ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഇതിനാൽ തന്നെ ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കുവാൻ മികച്ചതാണ് കഞ്ഞിവെള്ളം. ചർമ്മത്തിൽ ചുളിവുകളും വരകളും വരുന്നത് തടയുവാൻ ഇതേറെ ഗുണകരമാണ്. ചർമ്മത്തിന് പാർശ്വഫലങ്ങളില്ലാതെ തന്നെ വെളുപ്പ് നിറം നൽകുന്ന ഒന്നാണിത്. ചർമ്മത്തിലെ ചെറിയ സുഷിരങ്ങളിൽ ഉണ്ടാകുന്ന വലച്ചിൽ ഇത് ഇല്ലാതാക്കുന്നു. ഇതെല്ലാം ചർമ്മത്തിന് നല്ലതാണ്. മൂന്നാമതായി പാൽപ്പാട. ചർമ്മത്തിൽ കഞ്ഞിവെള്ളം വെറുതെ പുരട്ടിയാൽ മതി. ഇത് തന്നെ കാര്യമായ ഗുണം ലഭിക്കും. ചർമ്മത്തിൽ കഞ്ഞിവെള്ളം അലർജി ഉണ്ടോ എന്ന് നോക്കിയ ശേഷം ഇത് പുരട്ടാം. ഇത് പുളിപ്പിച്ചോ അല്ലാതെയോ പുരട്ടാം. കഞ്ഞിവെള്ളം മാറ്റി 2 മണിക്കൂർ വെച്ചാൽ അടിയിലെ സ്റ്റാർച്ച് ഭാഗം മുഖത്ത് പുരട്ടാം. ഇത് അല്പം കഴിഞ്ഞാൽ കഴുകാം. ഇത് കഞ്ഞിവെള്ളം മാത്രമായും ചേർക്കാം. ഇതല്ലെങ്കിൽ കഞ്ഞിവെള്ളവും പാൽപ്പാടയും ചേർത്ത് മുഖത്ത് ഉപയോഗിക്കാം. പാൽപ്പാട ഇഷ്ടമില്ലാത്തവർ പപ്പായ പഴുത്തത് ചേർത്ത് പുരട്ടാം. ഇതല്ലെങ്കിൽ തൈരോ ഓട്സ് പൊടിച്ചതോ ചേർത്ത് ഉപയോഗിക്കാം. നാലാമതായി ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇത് മഞ്ഞുകാലത്ത് ചർമ്മത്തിലുണ്ടാകുന്ന വലച്ചിലുകളും അസ്വസ്ഥതയും വരണ്ട സ്വഭാവവും മാറ്റുവാൻ സഹായിക്കുന്നു. മാത്രമല്ല വേനൽക്കാലത്ത് വെയിലിലും മറ്റും പോയി വന്നാൽ ചർമ്മത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും ചൊറിച്ചിലും ടാനുമെല്ലാം മാറാനും ഇതേറെ നല്ലതാണ്. ഏതു തരം ചർമ്മത്തിനും ഇതേറെ ഉപകാരപ്രദമാണ്. ആഴ്ചയിൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം.